ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ അടുത്ത് റിലീസ് ചെയ്ത സാമന്ത നായികയായി അഭിനയിച്ച 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സൂപ്പർ ഹിറ്റ് ചിത്രം മാ ഇന്ദി ബംഗാരമാണ്. ഇതൊരു ആക്ഷൻ ഫാമിലി മൂവിയാണ്. ഈ മൂവി ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് പൂർണ്ണമായി കാണാവുന്നതാണ്. കഥയുടെ തുടക്കത്തിൽ നമ്മുടെ കഥയിലെ നായികയും അവളുടെ ഭർത്താവും ഒരു ബസ്സിൽ അങ്ങനെ യാത്ര ചെയ്യുന്നത് കാണിച്ചാണ് ചിത്രം ആരംഭിക്കുന്നത്. നമ്മുടെ കഥയിലെ നായികയുടെ പേര് സ്വർണ എന്നാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഡോക്ടറായ അനിയാണ് അവളുടെ ഭർത്താവ്. ഇവരുടേത് ഒരു പ്രണയ വിവാഹമായിരുന്നു. അനിയുടെ വീട്ടുകാർ വലിയ പൈസക്കാരും പൊളിറ്റീഷ്യൻസും ഒക്കെയാണ്. എന്നാൽ സ്വർണയാണെങ്കിലോ ഒരു അനാഥയായിരുന്നു. അതുകൊണ്ട് തന്നെ അനിയുടെ വീട്ടുകാർക്ക് സ്വർണയെ അനി വിവാഹം കഴിക്കുന്നതിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീട്ടുകാരുടെ എതിർപ്പ് കാരണം ഒളിച്ചോടിയാണ് ഇവർ വിവാഹം കഴിച്ചത്. ഇത്രയും കാലത്തിന് ശേഷം അവർ അങ്ങോട്ട് പോകാൻ ഒരു കാരണമുണ്ട്. അനിയുടെ സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനിയും സ്വർണയും അനിയുടെ വീട്ടിലേക്ക് വിവാഹം കൂടാൻ വേണ്ടി ബസ്സിൽ അങ്ങനെ പോവുകയാണ്. എന്നാൽ സ്വർണയുടെ മനസ്സിൽ ഒരുപാട് പ്ലാനുകളുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് എല്ലാവരുടെയും മനസ്സ് കീഴടക്കി ആ കുടുംബത്തിൻ്റെ പ്രിയങ്കരിയായി മാറണമെന്ന വലിയ പ്ലാനോടെയാണ് സ്വർണയുടെ യാത്ര. എന്നാൽ അവരെ ഇംപ്രസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല എന്ന് അനി അവളോട് പറയുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ യാത്ര തിരിക്കുകയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ ഒരു സമരം കാരണം അവരുടെ ബസ് യാത്ര തടസ്സപ്പെടുന്നുണ്ട്. കുറേ നേരം ബസ്സിലിരുന്ന് കുറച്ച് കഴിഞ്ഞ് അവർ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനെ അവർ താഴെ ഇറങ്ങി സമരം തീരുന്നതുവരെ കാത്തിരിക്കുകയാണ്. അതിനിടയിൽ സ്വർണ അവിടെയുള്ള ചിലരോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ സംസാരം കേട്ടിട്ട് ചിലർക്കൊന്നും വലിയ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതായത് അനീതി കണ്ടാൽ അവൾ അതിനെ എതിർക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു അപരിചിതൻ സ്വർണയെ തന്നെ ഒരു സംശയത്തോടെ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സമരം തീർന്നപ്പോൾ അവസാനം അവർ ബസ്സിൽ അനിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അനിയുടെ അനിയൻ അവരെ കൂട്ടാൻ വേണ്ടി വരാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ അവരെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അനിയുടെ വീട് ഒരു വലിയ വീടായിരുന്നു. നല്ല രീതിയിൽ അലങ്കരിച്ച് കല്യാണ നിശ്ചയത്തിനായി തയ്യാറായി അവരെല്ലാവരും നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് അനിയും ഭാര്യയും അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അത് കണ്ടപ്പോൾ അനിയുടെ അനിയൻ ഓടിച്ചെന്ന് അവരെ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ അനിയുടെ അനിയൻ മാത്രമായിരുന്നു അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അനിയും ഭാര്യയും വരുന്ന വിവരം അവന്റെ വീട്ടിൽ മറ്റാർക്കും തന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ അനിയുടെ അനിയൻ പറയുന്നുണ്ട്, നിങ്ങൾ വരുന്ന വിവരം വീട്ടിലുള്ള മറ്റാർക്കും അറിയില്ല എന്ന്. അത് കേട്ടപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാലോചിച്ച് അവർ ശരിക്കും ഞെട്ടുന്നുണ്ട്. അച്ഛൻ്റെ ദേഷ്യം മാറിയിട്ടുണ്ടാകും എന്ന് കരുതിയാണ് അനി വന്നത്. പക്ഷേ വീട്ടിലേക്ക് കടന്നപ്പോൾ എല്ലാവരുടെയും പെരുമാറ്റത്തിൽ നിന്നും അച്ഛൻ്റെ ദേഷ്യം മാറിയിട്ടല്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നു. അതൊക്കെ കണ്ടപ്പോൾ അനിക്ക് ആകെ വിഷമമാവുകയാണ്. ചടങ്ങ് കഴിഞ്ഞ ഉടൻ മടങ്ങാൻ അനി തീരുമാനിച്ചെങ്കിലും സഹോദരി അത് തടയുകയാണ്. വിവാഹം കഴിയുന്നതുവരെ നിൽക്കാൻ വേണ്ടി അവൾ നിർബന്ധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സ്വർണയ്ക്കും അവിടെ നിൽക്കാനായിരുന്നു താല്പര്യം. താൻ കാരണമാണല്ലോ അനി തൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്നും ഇങ്ങനെ അകന്നു നിൽക്കേണ്ടി വരുന്നത് എന്ന് സ്വർണ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അനിയെ സ്വന്തം കുടുംബവുമായി വീണ്ടും അടുപ്പിക്കണം എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. എന്നാൽ അനിയുടെ അച്ഛന് അപ്പോഴും അനിയോട് ചെറിയൊരു ദേഷ്യമുള്ള പോലെ അനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ആദ്യമായി വീട്ടിലേക്ക് വന്ന സ്വർണയോട് അടുത്ത ദിവസം വീട്ടിലെ ബന്ധുക്കൾ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്ത് വട്ടം കൂടി ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവൾക്കതൊരു റാഗിങ് പോലെയാണ് തോന്നിയത്. അവൾ ഏത് ജാതിക്കാരിയാണ്, മാതാപിതാക്കൾ ആരൊക്കെയാണ്, എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അവൾക്ക് പാചകം ചെയ്യാൻ അറിയോ, അവൾക്ക് പൂജ ചെയ്യാൻ അറിയോ, അങ്ങനെ മാറി മാറി അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ താനൊരു അനാഥയാണെന്നും സ്വന്തം ജാതി ഏതാണെന്ന് അറിയില്ല എന്നും BA ഇക്കണോമിക്സ് ആണ് പഠിച്ചത് എന്നും സ്വർണ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്വർണ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എങ്ങനെയെങ്കിലും വീട്ടുകാരുടെ ഹൃദയത്തിൽ കയറിപ്പറ്റാൻ അവൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനായി അവൾ തിരഞ്ഞെടുത്ത വഴി നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് വീട്ടുകാരെ കയ്യിലെടുക്കണം എന്നതായിരുന്നു. എന്നാൽ സ്വർണയ്ക്കാണെങ്കിലോ പാചകം തീരെ അറിയില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇതിനെന്തെങ്കിലും ഉപായം കണ്ടെത്തണമെന്ന് അവൾ ആലോചിച്ചുറപ്പിച്ചു. ആ സീൻ അവിടെ കട്ടായി. അടുത്ത സീനിൽ പൊളിറ്റീഷ്യനായ അനിയുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. അനിയുടെ അച്ഛൻ അല്ലൂരി രാമരാജു അവിടുത്തെ പ്രമുഖ പാർട്ടിയുടെ നേതാവാണ്. അവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആ ഇലക്ഷന് ആ പാർട്ടി ആർക്ക് ടിക്കറ്റ് കൊടുക്കണം, ആരെ മത്സരിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ഒരു യോഗമാണ് അപ്പോൾ വച്ചിരിക്കുന്നത്. അവരുടെ പാർട്ടിയിൽ തന്നെ മധുസൂദനൻ എന്നു പേരുള്ള ദുഷ്ടനായ ഒരു പൊളിറ്റീഷ്യനും ആ മീറ്റിംഗിൽ അപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. ആ തവണ തനിക്ക് മത്സരിക്കണം, തനിക്ക് എന്തായാലും സീറ്റ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് മധുസൂദനൻ അവിടെ വന്നിരിക്കുന്നത്. എന്നാൽ രാമരാജു ടിക്കറ്റ് അവനെ കൊടുക്കുന്നതിനെ ശക്തമായി എതിർക്കുകയാണ്. അവിടെ രാമരാജുവിന്റെയും മധുസൂദനന്റെയും ശത്രുത ആരംഭിക്കുകയാണ്. അടുത്ത സീനിൽ ഒരു ജയിലാണ് കാണിക്കുന്നത്. അവിടെ കരുണ എന്നു പേരുള്ള ഒരു തടവുകാരനെ കാണാൻ വേണ്ടി മറ്റൊരാൾ വരുന്നുണ്ട്. എന്നാൽ കരുണ എന്ന ആൾ ഒരു സാധാരണക്കാരനായിരുന്നില്ല. ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽ ആയിരുന്നു അയാൾ. കരുണയെ കാണാൻ വന്ന ആൾ
താൻസി എന്ന പെൺകുട്ടിയെ പോലുള്ള ഒരു പെൺകുട്ടിയെ താൻ ബസ്സിൽ നിന്ന് കണ്ടു എന്നും അത് താൻസിയാണോ എന്ന് തനിക്ക് ഉറപ്പില്ല എന്നും എന്നാൽ താൻസിയെ പോലെ തന്നെയുണ്ട് എന്നും അയാൾ കരുണയോട് പറയുന്നുണ്ട്. അത് കേട്ട് കരുണ ഞെട്ടുന്നുണ്ട്. അത് താൻസിയാണോ എന്ന് ഉറപ്പിച്ച് തൻ്റെ അടുത്ത് വന്ന് വിവരം പറയണം എന്നും പറഞ്ഞ് അയാളെ മടക്കി അയക്കുകയാണ്. അടുത്ത സീനിൽ അനിയുടെ വീടാണ് കാണിക്കുന്നത്. അന്ന് രാവിലെ നേരത്തെ തന്നെ അനിയുടെ വീട്ടിലെ സ്ത്രീകൾ കുളിച്ചൊരുങ്ങി പൂജ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ രാവിലെ എണീറ്റ് വരുന്ന സ്വർണ്ണ അതൊക്കെ കണ്ട് പെട്ടെന്ന് തന്നെ അവൾ കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ധൃതിപ്പെട്ട് സാരിയൊക്കെ എടുത്ത് അവൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നാൽ സ്വർണ്ണയ്ക്കാണെങ്കിലോ പൂജയൊന്നും ചെയ്യാൻ തന്നെ അറിയില്ലായിരുന്നു. അവൾ പൂജ എന്നും പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അനിയുടെ സഹോദരി സ്വർണ്ണയെ സഹായിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. എന്നാൽ അതേ വീട്ടിലെ തന്നെ അനസൂയ എന്ന ചെറിയ മരുമകൾ ഇതെല്ലാം കണ്ട് അവരുടെ അടുത്ത് ചെന്ന് ശരിയായ രീതിയിൽ പൂജ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അനസൂയയായിരുന്നു ആ വീട്ടിൽ ഏറ്റവും നന്നായി ഭക്ഷണം പാകം ചെയ്തിരുന്നതും വീട്ടുജോലികൾ ചെയ്തിരുന്നതും. അതിനാൽ തന്നെ എല്ലാവർക്കും അനസൂയയെ വലിയ ഇഷ്ടമായിരുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് വളരെ ഭംഗിയിൽ അനസൂയ ചെയ്യുമായിരുന്നു. അതിനാൽ തന്നെ ആ വീട്ടിൽ അനസൂയയ്ക്ക് വളരെ നല്ല ഒരു സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുപോലുള്ള വീട്ടുജോലികൾ ചെയ്ത് ഒട്ടും ശീലമില്ലാത്ത സ്വർണ്ണ അനസൂയ ചെയ്യുന്നത് പോലെ ഓരോ ജോലികൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ പലപ്പോഴും മണ്ടത്തരമായി മാറാറാണ്. പിന്നീട് അതൊക്കെ ശരിയാക്കി ചെയ്യുന്നത് അനസൂയയുമാണ്. ഇതൊക്കെ കണ്ടപ്പോൾ സ്വർണ്ണയ്ക്ക് ശരിക്കും അനസൂയയോട് ചെറിയൊരു അസൂയ തോന്നുന്നുണ്ട്. അനസൂയയെ പോലെ വീട്ടിലുള്ള എല്ലാവരെയും കയ്യിലെടുക്കണമെങ്കിൽ വീട്ടിലുള്ള എല്ലാ ജോലിയും നല്ല രീതിയിൽ ചെയ്യണമെന്നും നല്ല സ്വാദുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വീട്ടുകാർക്ക് നൽകണമെന്നും സ്വർണ്ണ തീരുമാനിക്കുകയാണ്. എന്നാൽ സ്വർണ്ണയ്ക്കാണെങ്കിലോ പാചകം തീരെ വശമില്ലായിരുന്നു. വീട്ടുകാരുടെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ വേണ്ടി സ്വർണ്ണ തീരുമാനിക്കുകയാണ്. അവസാനം അവളുടെ കൂടെ അനാഥാലയത്തിൽ പഠിച്ച അവളുടെ കൂട്ടുകാരിയോട് തന്നെ സഹായിക്കാൻ ആവശ്യപ്പെടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവളുടെ കൂട്ടുകാരിക്ക് പാചകം നന്നായി അറിയാമായിരുന്നു. മാത്രമല്ല വീട്ടുജോലികളും വളരെ ഭംഗിയായി ചെയ്ത് അവൾക്ക് ശീലമുണ്ടായിരുന്നു. സ്വർണ്ണ തന്റെ ഇപ്പോഴുള്ള അവസ്ഥ കൂട്ടുകാരിയോട് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ അവൾ നിരസിച്ചെങ്കിലും പിന്നീട് സ്വർണ്ണയുടെ നിർബന്ധത്തെ തുടർന്ന് അവൾ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ സ്വർണ്ണ അവളെയും കൂട്ടി സ്വർണ്ണ ഇപ്പോൾ താമസിക്കുന്ന നാട്ടിലേക്ക് വരികയാണ്. അവളുടെ കൂട്ടുകാരിയെ അവരുടെ വീടിനടുത്തുള്ള ഒരു ലോഡ്ജിൽ അവൾ താമസിപ്പിച്ച് അവൾ ഉണ്ടാക്കുന്ന വളരെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ രഹസ്യമായി താൻ ഉണ്ടാക്കിയതാണെന്ന മട്ടിൽ സ്വർണ്ണ വീട്ടുകാർക്ക് മുന്നിൽ വിളമ്പാൻ തുടങ്ങുന്നു. വീട്ടുകാർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ വളരെ അത്ഭുതമാവുകയാണ്. അതോടെ കുടുംബാംഗങ്ങൾക്ക് സ്വർണ്ണയോട് സ്നേഹവും മതിപ്പും തോന്നി തുടങ്ങുന്നു. ഇതിനിടയിൽ അനസൂയയ്ക്ക് ചെറിയ കുശുമ്പും തോന്നുന്നുണ്ട്. അടുത്ത സീനിൽ പാർട്ടി ടിക്കറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ദേഷ്യം വന്ന മധുസൂദനൻ രാമരാജുവിനെ കാണാൻ വേണ്ടി നേരിട്ട് അയാളുടെ അടുത്തേക്ക് വരികയാണ്. അയാൾ രാമരാജുവിനോട് നിങ്ങൾ കാരണമാണ് എനിക്ക് പാർട്ടി ടിക്കറ്റ് കിട്ടാത്തതെന്നും എനിക്ക് പാർട്ടി ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞു രാമരാജുവിനെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ രാമരാജു വളരെ നല്ല ഒരു പൊളിറ്റീഷ്യനായിരുന്നു. മധുസൂദനന്റെ ഭീഷണിയിലൊന്നും രാമരാജു കുലുങ്ങിയില്ല. അങ്ങനെ ദേഷ്യം വന്ന മധുസൂദനൻ രാമരാജുവിന്റെ അടുത്ത് നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ സ്വർണ്ണയും അവളുടെ കൂട്ടുകാരിയും ഷോപ്പിങ്ങിനായി മാർക്കറ്റിലേക്ക് പോവുകയാണ്. എന്നാൽ സ്വർണ്ണയ്ക്കാണെങ്കിൽ എന്തൊക്കെ പച്ചക്കറികളാണ് പാകം ചെയ്യാനായി വാങ്ങിക്കേണ്ടത്, എത്രയാണ് വാങ്ങിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന് സ്വർണ്ണയുടെ കൂട്ടുകാരിക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ അവർ പച്ചക്കറികളും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവരെ ഫോളോ ചെയ്യുന്നതായി സ്വർണ്ണ ശ്രദ്ധിക്കുകയാണ്. ഇക്കാര്യം സ്വർണ്ണ കൂട്ടുകാരിയോടും പറയുകയാണ്. അയാൾ തങ്ങളെ തന്നെയാണോ ഫോളോ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി അവർ പല വഴികളിലൂടെ പോയി നോക്കുന്നുണ്ട്. അവസാനം അയാൾ സ്വർണ്ണയെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് സ്വർണ്ണയ്ക്ക് മനസ്സിലാവുകയാണ്. അതെ, അത് മറ്റാരും ആയിരുന്നില്ല. കരുണ എന്ന ആൾ പറഞ്ഞത് പ്രകാരം സ്വർണ്ണയെ ഫോളോ ചെയ്യാൻ വേണ്ടി വന്ന ആൾ തന്നെയായിരുന്നു അയാൾ. അവസാനം സഹികെട്ട് സ്വർണ്ണ അയാളുടെ മുന്നിൽ നേരിട്ട് ചെന്ന് അയാളോട് കാര്യം അന്വേഷിക്കുകയാണ്. അപ്പോൾ അയാൾ നീ താൻസിയാണോ എന്ന് അവളോട് അന്വേഷിക്കുകയാണ്. അത് കേട്ടതും സ്വർണ്ണയുടെ മുഖഭാവം മാറുകയാണ്. എന്നെ ഫോളോ ചെയ്യുന്നത് ഇവിടെ വെച്ച് നിർത്തിക്കോ, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് അവൾ വളരെ ദേഷ്യത്തോടെ അയാളോട് പറയുകയാണ്. അത് കണ്ടതും അയാൾക്കും സ്വർണ്ണയുടെ കൂട്ടുകാരിക്കും സത്യം പറഞ്ഞാൽ പേടിയാവുകയാണ്. കാരണം സ്വർണ്ണയുടെ ആ മുഖം ഇന്നേ വരെ സ്വർണ്ണയുടെ കൂട്ടുകാരി കണ്ടിട്ടില്ലായിരുന്നു. അന്ന് രാത്രി സ്വർണ്ണ വളരെ രഹസ്യമായി ഒരു സ്ത്രീയെ ഫോൺ ചെയ്യുകയാണ്. സ്വർണ്ണ ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് കരുണ ഇപ്പോഴും ജയിലിൽ തന്നെയാണോ എന്ന്. അപ്പോൾ ആ സ്ത്രീ കരുണ ഇപ്പോഴും ജയിലിൽ തന്നെയാണെന്നും അവൻ ഈ അടുത്തൊന്നും ജയിലിൽ നിന്നും ഇറങ്ങാൻ പോകുന്നില്ല എന്നും ആ സ്ത്രീ സ്വർണ്ണയോട് പറയുന്നുണ്ട്. ഇതേ സമയത്താണ് അനസൂയ അടുക്കളയിലേക്ക് വരുന്നത്. അനസൂയ വരുന്നത് കണ്ട സ്വർണ്ണ ഉടനെ തന്നെ ഫോൺ വെക്കുകയാണ്. വെള്ളം തീർന്നു പോയതിനാൽ താൻ വെള്ളമെടുക്കാൻ വന്നതാണെന്നും മറ്റും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സ്വർണ്ണ ശ്രമിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ കണ്ടപ്പോൾ അനസൂയയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അടുത്ത ദിവസം സ്വർണ്ണ അവളുടെ വീട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. രാവിലെ എണീറ്റ വീട്ടുകാർ തീന്മേശയിൽ നിറയെ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇതേ സമയം അടുക്കളയിൽ നിന്ന് വരുന്ന സ്വർണ്ണയെ അവരെല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്.
താൻ രാവിലെ 3 മണിക്ക് തന്നെ എണീറ്റ് ഭക്ഷണങ്ങൾ തയ്യാറാക്കി എന്ന് സ്വർണ്ണ അവരോട് പറയുകയാണ്. ഇതെല്ലാം കണ്ടപ്പോൾ വീട്ടുകാർക്ക് സ്വർണ്ണയോട് വളരെ സ്നേഹം തോന്നുകയാണ്. എന്നാൽ അനസൂയയ്ക്ക് ചെറിയൊരു കുശുമ്പാണ് സ്വർണ്ണയോട് തോന്നിയത്. സത്യം പറഞ്ഞാൽ സ്വർണ്ണയുടെ കൂട്ടുകാരിയാണ് ആ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി നൽകിയത്. സ്വർണ്ണയുടെ കൂട്ടുകാരി ഭക്ഷണങ്ങളെല്ലാം രാത്രി പാകം ചെയ്ത് മറ്റാരും കാണാതെ ഇരുട്ടത്ത് സ്വർണ്ണയ്ക്ക് കൊണ്ടുചെന്ന് നൽകുകയാണ്. സ്വർണ്ണയുടെ കൂട്ടുകാരിയുടെ സഹായത്തോടെ വീട്ടുജോലികളെല്ലാം തന്നെ അവൾ വളരെ ഭംഗിയായി ചെയ്തു തീർക്കുകയും ചെയ്യുന്നുണ്ട്. ദിവസങ്ങൾ കഴിയുന്തോറും അനിയുടെ വീട്ടുകാർക്ക് സ്വർണ്ണയോടുള്ള മതിപ്പ് കൂടിക്കൂടി വരികയാണ്. ഇതേ സമയം അനസൂയയ്ക്ക് സ്വർണ്ണയോട് കുശുമ്പ് കൂടിക്കൂടി വരികയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അനിയുടെ അച്ഛന് അനിയോട് അപ്പോഴും ചെറിയ ദേഷ്യമുണ്ടായിരുന്നു. കാരണം അയാൾ ആ നാട്ടിലെ മാന്യനായ ഒരു പൊളിറ്റീഷ്യൻ ആണല്ലോ. അയാളുടെ മകൻ അയാളുടെ സമ്മതമില്ലാതെ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചതിന് അയാൾക്ക് അപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത സീനിൽ സ്വർണ്ണയെ പിന്തുടർന്ന ആ ആൾ കരുണയെ ഫോൺ വിളിക്കുന്നതായാണ് കാണിക്കുന്നത്. അയാൾ കരുണയോട് അവൾ ഝാൻസിയാണോ എന്ന് ഉറപ്പില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കരുണ അയാളോട് അവളെ കൊല്ലാൻ നോക്കുക എന്നും അവൾ മരിക്കുകയാണെങ്കിൽ അവൾ ഝാൻസിയല്ല എന്നും ജീവനോടെ രക്ഷപ്പെടുകയാണെങ്കിൽ അവൾ ഉറപ്പായും ഝാൻസിയാണ് എന്നും നിർദ്ദേശിക്കുന്നുണ്ട്. ഇതേ സമയം അനിയുടെ വീട്ടിൽ സ്വർണ്ണ എല്ലാവരെയും കയ്യിലെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് കല്യാണത്തിന്റെ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. ആ വീട്ടിലെ മുത്തശ്ശിക്ക് അവിടെ കുറച്ചു ദൂരെയായിട്ടുള്ള ഒരു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നാൽ ആ അമ്പലമാണെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് വളരെ ദൂരെ. അത് രാമരാജുവിന്റെ രാഷ്ട്രീയ ശത്രുതയിലുള്ള ആളുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഉള്ളത്. അങ്ങനെ സ്വർണ്ണയും അനിയുടെ സഹോദരനും വീട്ടിലെ 2 സ്ത്രീകളും അമ്മൂമ്മയും കൂടെ ആ അമ്പലത്തിലേക്ക് പോവുകയാണ്. എന്നാൽ രാമരാജുവിന്റെ കുടുംബം അമ്പലത്തിൽ വന്ന കാര്യം ശത്രുക്കൾ തിരിച്ചറിയുകയാണ്. കുടുംബത്തെ ഫോളോ ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. എന്നാൽ തങ്ങളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന കാര്യം സ്വർണ്ണ മനസ്സിലാക്കുകയാണ്. സ്വർണ്ണ ആദ്യം കരുതിയത് ആ ഗുണ്ടകൾ അവളെയാണ് ഫോളോ ചെയ്യുന്നത് എന്നാണ്. പിന്നീടാണ് ആ ഗുണ്ടകൾ അവളെയല്ല തന്റെ വീട്ടുകാരെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് അവൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണ അമ്പലത്തിലെ ദർശനം കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട് എന്ന് വീട്ടുകാരോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശത്രുക്കൾ അവരെ വളഞ്ഞിരുന്നു. സമയം 1 മിനിറ്റ് പോലും പാഴാക്കാനില്ല എന്ന് മനസ്സിലാക്കിയ സ്വർണ്ണ പെട്ടെന്ന് തന്നെ കാറിലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടിക്കയറുകയാണ്. ശത്രുക്കളെ വളരെ സമർത്ഥമായി അവൾ വെട്ടിച്ച് കാർ ഓടിച്ച് അവൾ കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ സമയം ശത്രുക്കൾ അവരെ ഫോളോ ചെയ്ത് ആക്രമിക്കുകയാണ്. വീട്ടുകാർക്ക് അവൾ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ആ ശത്രുക്കളെ നേരിടുകയാണ്. അവസാനം സ്വർണ്ണയുടെ നിർദ്ദേശപ്രകാരം അവരെല്ലാവരും സേഫായി വീട്ടിൽ എത്തിച്ചേരുകയാണ്. ഇങ്ങനെയൊരു സംഭവത്തെ തുടർന്ന് എല്ലാവരും വളരെ ഭയപ്പെടുകയും എന്നാൽ സ്വർണ്ണയുടെ ധൈര്യം കണ്ട് അവരെല്ലാവരും അവളെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. അവളാണ് ജീവൻ രക്ഷിച്ചത് എന്ന് അവരിപ്പോൾ വിശ്വസിക്കും. എന്നാൽ ഇതറിഞ്ഞ രാജു വീട്ടിലുള്ള സ്ത്രീകൾ തന്നോട് ചോദിക്കാതെ അത്രയും ദൂരത്തുള്ള തന്റെ ശത്രുക്കൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എന്തിനാണ് പോയത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ ഇതേ സമയം വീട്ടിലെ മരുമകനാണ് തങ്ങളെ നിർബന്ധിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എന്ന് സ്വർണ്ണ കള്ളം പറയുകയാണ്. കാരണം ആ വീട്ടിലെ മരുമകനോട് രാജു ദേഷ്യപ്പെടില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. ആ സമയം ബുദ്ധിപൂർവ്വം ഇടപെട്ട് വീട്ടിലെ എല്ലാവരെയും കള്ളം പറഞ്ഞ് രാജുവിന്റെ ദേഷ്യത്തിൽ നിന്നും സ്വർണ്ണ രക്ഷിക്കുകയായിരുന്നു. സത്യം പറഞ്ഞ ഇത്രയൊക്കെ ആയപ്പോൾ സ്വർണ്ണയോടുള്ള മതിപ്പ് എല്ലാവർക്കും ഒന്നുകൂടെ കൂടി. വലിയൊരു അപകടത്തിൽ നിന്നും എല്ലാവരെയും രക്ഷിച്ച അവളോട് കുടുംബത്തിലെ സ്ത്രീകൾക്ക് വലിയ ബഹുമാനവും ഇഷ്ടവും കൂടി വന്നു. തങ്ങളുടെ ജീവൻ രക്ഷിച്ച സ്വർണ്ണയോട് തൻ്റെ അമ്മായിയമ്മ തനിക്ക് നൽകിയ സ്വർണ്ണമാല സ്വർണ്ണയ്ക്ക് നൽകാനായി സ്വർണ്ണയുടെ അമ്മ തീരുമാനിക്കുകയാണ്. അതിനായി തൻ്റെ ഭർത്താവായ രാമരാജുവിനോട് അവർ സമ്മതം ചോദിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ രാമരാജുവിന് സ്വർണ്ണയോടും അനിയോടുമുള്ള ദേഷ്യം അപ്പോഴേക്കും അല്പം ശമിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ അതിന് സമ്മതം നൽകുകയാണ്. അങ്ങനെ അനിയുടെ അമ്മ തൻ്റെ പാരമ്പര്യമാല തൻ്റെ മൂത്ത മരുമകളായി സ്വർണ്ണയെ അംഗീകരിച്ചുകൊണ്ട് സ്വർണ്ണയ്ക്ക് സമ്മാനമായി ആ മാല നൽകുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും തന്നെ അനാഥയായ തനിക്ക് ഇത്രയധികം സ്നേഹം ആരിൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന് അവൾക്കപ്പോൾ തോന്നുകയാണ്. അവളുടെ കണ്ണുകൾ നിറയുകയാണ്. എന്നാൽ ഇങ്ങനെ കള്ളം കാണിച്ച് കുടുംബത്തിൻ്റെ സ്നേഹം നേടിയെടുക്കുന്നതിൽ സ്വർണ്ണയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. അവൾ അവളുടെ കൂട്ടുകാരിയോട് ശരിക്കും തന്നെ പാചകം യഥാവിധി പഠിപ്പിക്കണമെന്നും പാചകമെല്ലാം പഠിച്ച് ഇനി മുതൽ നല്ലൊരു മരുമകളാവാൻ വേണ്ടി അവൾ തീരുമാനിച്ച വിവരം അവളോട് പറയുന്നുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി അന്ന് രാത്രി പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുകയാണ്. അതെന്താണെന്ന് പോയി നോക്കിയ സ്വർണ്ണ തന്നെ ആക്രമിക്കാനായി കുറച്ച് ആളുകൾ എത്തിയ വിവരം മനസ്സിലാക്കുകയാണ്. വളരെ ധൈര്യശാലിയായിരുന്ന സ്വർണ്ണ അവരെ നേരിട്ട് ആക്രമിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. സ്വർണ്ണയുടെ തോട്ടത്തിലായി ഒളിച്ചിരുന്ന ആ ശത്രുക്കളെ തോട്ടത്തിനകത്ത് കയറി പഞ്ഞിക്കിടാൻ വേണ്ടി അവൾ തീരുമാനിക്കുകയാണ്. തോട്ടത്തിനകത്ത് കയറി അവൾ അവർക്കെതിരെ പൊരിഞ്ഞ പോരാട്ടം നടത്തുകയാണ്. പോരാട്ടത്തിനൊടുവിൽ അവൾ എല്ലാവരെയും അടിച്ച് ഒടിച്ചിടുകയാണ്. മാത്രമല്ല ഇനി മേലാൽ തന്റെ പിറകെ വരരുതെന്നും താക്കീത് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ അവളെ കുത്താനായി ഒരാൾ ഓടി വരുന്നുണ്ട്. എന്നാൽ കാൽ വഴുതി അയാളുടെ കത്തിയിൽ തന്നെ വന്ന് വീണ് അയാൾ മരിക്കുകയാണ്.
എന്നാൽ ഈ സമയം വീട്ടിലെ ആരും തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ സ്വർണ എത്രയും പെട്ടെന്ന് ആ മരിച്ചു കിടക്കുന്ന ആളുടെ ശവശരീരം അവിടെ നിന്ന് ഏത് വിധേനയെങ്കിലും മാറ്റാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൾ അയാളുടെ ശരീരം വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ഇടാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്താണ് സ്വർണയുടെ കൂട്ടുകാരി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന അയാളുടെ ശവശരീരം കണ്ടപ്പോൾ സ്വർണയുടെ കൂട്ടുകാരി ബോധം കെട്ട് വീഴുകയാണ്. ബോധം കെട്ട് വീണ് കിടക്കുന്ന സ്വർണയുടെ കൂട്ടുകാരിയെ സൈഡിലേക്ക് മാറ്റിയിരുത്തി അവളുടെ മുഖത്ത് കുറച്ച് വെള്ളം തെളിച്ച് സ്വർണ ഉണർത്തുകയാണ്. കൂട്ടുകാരിക്ക് അപ്പോഴും ഞെട്ടൽ മാറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ സ്വർണ കൂട്ടുകാരിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എങ്കിലും ഈ വിവരം എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണമെന്നാണ് സ്വർണയുടെ കൂട്ടുകാരി പറഞ്ഞത്. എന്നാൽ ഇതൊരു കല്യാണ വീടാണെന്നും പോലീസുകാർ കയറി ഇറങ്ങിയാൽ വീട്ടുകാർക്ക് അത് മാനക്കേടുണ്ടാക്കുമെന്നും അയാൾ തന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ കാൽ വഴുതി അയാളുടെ കത്തിയിൽ തന്നെ വീണ് കൊല്ലപ്പെട്ടതാണ് എന്ന് സ്വർണ അറിയിക്കുകയുണ്ടായി. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും അവളുടെ കൂട്ടുകാരി അതൊന്നും കേൾക്കാനോ മനസ്സിലാക്കാനോ ഉള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. ആയതിനാൽ ഇമോഷണലായി പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി സ്വർണ തീരുമാനിക്കുകയാണ്. ഒരു വിധത്തിൽ അവൾ ആ മൃതശരീരം അവിടെ നിന്ന് കൊണ്ടുപോയി കളയാൻ തന്നെ സഹായിക്കാൻ കൂട്ടുകാരിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. അവസാനം അവളുടെ കൂട്ടുകാരി സ്വർണ പറയുന്ന പ്രകാരം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവസാനം അവർ രണ്ടുപേരും ചേർന്ന് മറ്റാരും കാണാതെ ആ മൃതദേഹം കാറിൽ കയറ്റി പുറത്തു കൊണ്ടുപോയി കളയുകയാണ്. അങ്ങനെ വളരെ വിജയകരമായി അവൾ ആ മൃതശരീരം പുറത്തു കൊണ്ടുപോയി കളഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ കാണുന്നത് അവളുടെ സ്നേഹസമ്പന്നനായ നിഷ്കളങ്കനായ ഭർത്താവ് ഒന്നും അറിയാതെ കിടക്കയിൽ കിടന്നുറങ്ങുന്നതാണ്. അവളുടെ ഭർത്താവിൽ നിന്നും ഇതെല്ലാം മറച്ചു വെക്കുന്നത് ആലോചിച്ചപ്പോൾ അവൾക്ക് അവളെക്കുറിച്ച് വല്ലാത്ത കുറ്റബോധം തോന്നി. എന്നാൽ ഇതേ സമയം അവളുടെ കൂട്ടുകാരിക്ക് സ്വർണയെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിത്തുടങ്ങി. തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിട്ടും സ്വർണ തന്നിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്ന് കൂട്ടുകാരി ചിന്തിക്കുകയാണ്. സ്വർണയ്ക്ക് വേണ്ടിയാണല്ലോ അവൾ തൻ്റെ നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത്. അതിനാൽ തന്നെ അവൾ ആ നാട് വിട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തൻ്റെ കൂട്ടുകാരി നാട് വിട്ട് പോകാനുള്ള തീരുമാനത്തിലാണെന്ന് മനസ്സിലാക്കിയ സ്വർണ അവൾ പോകുന്നതിന് മുന്നേ അവസാനമായി അവളെ കാണാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അങ്ങനെ സ്വർണ തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ യഥാർത്ഥ കാരണം തൻ്റെ കൂട്ടുകാരിയോട് പറയുകയാണ്. സ്വർണയും ആ കൂട്ടുകാരിയും അനാഥരാണ്. എന്നാൽ അവർ ഒരുമിച്ച് വളർന്നത് ഒരേ അനാഥാലയത്തിലാണ്. എന്നാൽ ആ അനാഥാലയത്തിലെ വാർഡൻ വളരെ മോശം സ്വഭാവക്കാരനായിരുന്നു. ചെറിയ കുട്ടികളുടെ ശരീരത്തോട് പോലും മോശം സ്വഭാവമായിരുന്നു അയാൾ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ ആ അനാഥാലയത്തിൽ വളർന്നു വരവേ അവളുടെ ഈ കൂട്ടുകാരിയെ ഒരു കുടുംബം ദത്തെടുത്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ സ്വർണ അനാഥാലയത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. എന്നാൽ അവളെ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ആ ദുഷ്ടനായ വാർഡന്റെ കൂടെയുള്ള ജീവിതമാണ്. എന്നാൽ സഹികെട്ട സ്വർണ ഒരു ദിവസം രാത്രി ആ അനാഥാലയത്തിൽ നിന്നും ഓടിപ്പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ നരകത്തിന് പുറത്ത് സമാധാനപരമായ ഒരു ലോകമുണ്ടെന്ന് അവൾ സ്വപ്നം കണ്ടു. എന്നാൽ പുറത്തുള്ള ജീവിതം അതികഠിനമായിരുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പലതരത്തിലുള്ള ജോലികൾ അവൾക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവൾ കോളേജിൽ പഠിക്കുന്ന പ്രായമെത്തി. എന്നാൽ ദുരിതം അവളെ വിട്ടൊഴിഞ്ഞിട്ടില്ല. അവൾ ആ സമയം വാടകയ്ക്ക് നിൽക്കുന്ന വീട്ടിലെ ഉടമസ്ഥൻ അവളോട് മോശമായി പെരുമാറാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ധൈര്യപൂർവ്വം ആ ഹോസ്റ്റലിലേക്ക് ഒരു സംഘം എത്തുകയാണ്. അത് മറ്റാരുമായിരുന്നില്ല, കരുണയും കൂട്ടരുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ധൈര്യശാലികളും ബലവാന്മാരും ആയ യാതൊരു പേടിയുമില്ലാത്ത കരുണയെയും കൂട്ടരെയും കണ്ട സ്വർണയ്ക്ക് ശരിക്കും അത്ഭുതം തോന്നി പോവുകയാണ്. അവരെ പോലെ ജീവിക്കണമെന്ന് ഒരു നിമിഷം സ്വർണ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും കരുണ തൻ്റെ കൂട്ടാളികൾക്ക് ധൈര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം കേട്ടപ്പോൾ സ്വർണയ്ക്ക് കരുണയോട് മനസ്സിൽ ഒരു ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കരുണയും ആരാരുമില്ലാത്ത സ്വർണയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം സ്വർണയുടെ ഹോസ്റ്റലിലെ വാർഡൻ സ്വർണയെ അപ്പോഴും ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി സ്വർണയെ ഉപദ്രവിക്കാനായി ആ വാർഡൻ അകത്തേക്ക് കയറി വരികയാണ്. എന്നാൽ പലപ്പോഴായി കരുണയുടെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകൾ കേൾക്കാറുണ്ടായിരുന്ന സ്വർണയ്ക്ക് പെട്ടെന്ന് മനസ്സിനൊരു ബലം തോന്നുകയാണ്. തന്നെ ആക്രമിക്കാനായി അകത്തു വന്ന അയാളെ സ്വർണം തിരിച്ചാക്രമിക്കുകയാണ്. അതേ സമയത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് കരുണയും അങ്ങോട്ടേക്ക് വരുന്നത്. ഇതുപോലുള്ള ഒരു ദുഷ്ടൻ ചത്താൽ വിഷമിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സന്തോഷിക്കുകയുള്ളൂ എന്നും ഇയാൾ ചത്താൽ യാതൊന്നും വിഷമിക്കേണ്ടതില്ല എന്നും കരുണ അപ്പോൾ സ്വർണയോട് പറയുകയാണ്. അങ്ങനെ കരുണയും കൂട്ടരും അവിടെ നിന്ന് ഇറങ്ങാനിരിക്കെ അവരുടെ കൂടെ ചേരാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവർ കാടുകളിൽ താമസിക്കുന്ന മാവോയിസ്റ്റുകളെ പോലുള്ള ആളുകളായിരുന്നു. അങ്ങനെ അവർ കാട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. അപ്പോഴാണ് സ്വർണ കരുണ മാവോയിസ്റ്റ് സംഘത്തിലെ നേതാവാണെന്നും സ്വർണ മനസ്സിലാക്കുന്നത്. സ്വർണയുടെ ആത്മധൈര്യം കണ്ട കരുണ അവൾക്ക് എല്ലാ വിധത്തിലുമുള്ള കഠിനമായ പോരാട്ട പരിശീലനം ആ കാട്ടിൽ വെച്ച് നൽകുകയുണ്ടായി. അവർ അവൾക്ക് താൻസി എന്ന് പേരുമിട്ടു. എന്നാൽ ക്രമേണ കരുണയുടെ യഥാർത്ഥ സ്വഭാവം സ്വർണ പിന്നീടാണ് മനസ്സിലാക്കി തുടങ്ങിയത്. സ്വർണ കരുതും പോലെ കരുണ അത്ര നല്ല മനുഷ്യനൊന്നും ആയിരുന്നില്ല. തന്റെ സ്വാർത്ഥ നേട്ടത്തിനായി തന്റെ കൂട്ടത്തിലുള്ള ആളുകളെ പോലും ചതിക്കാനും ബലി കൊടുക്കാനും കരുണയ്ക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല.
ആളുകളെ ഭീഷണിപ്പെടുത്തി പണവും മറ്റും അയാൾ കൈക്കലാക്കാൻ തുടങ്ങി. അയാളുടെ ഈ സ്വഭാവം കൂട്ടത്തിലുള്ള ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇതെല്ലാം കണ്ട് സ്വർണയ്ക്ക് അയാളുടെ അടുത്തു നിന്നും രക്ഷപ്പെടണമെന്ന് പലപ്പോഴും തോന്നിയിരുന്നു. എന്നാൽ വളരെ ദുഷ്ടനും ക്രൂരനുമായിരുന്ന അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. താൻ ഇപ്പോഴാണ് യഥാർത്ഥ കുഴിയിൽ അകപ്പെട്ടത് എന്ന് സ്വർണ അപ്പോൾ മനസ്സിലാക്കുകയാണ്. അയാളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നതായി സ്വർണയുടെ അടുത്ത ലക്ഷ്യം. എന്നാൽ സ്വർണയുടെ മേൽ എപ്പോഴും കരുണയുടെ ഒരു കണ്ണുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി പല വഴികളും സ്വർണ നോക്കുന്നുണ്ട്. അവസാനം ഒരവസരം വന്നപ്പോൾ സ്വർണ പോലീസുകാർക്ക് കരുണയെ ഒറ്റിക്കൊടുക്കുകയാണ്. അങ്ങനെ കരുണയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുകയുണ്ടായി. അങ്ങനെ ഇരിക്കെയാണ് സ്വർണ അനിയെ പരിചയപ്പെടുന്നതും അവനുമായി പ്രണയത്തിലാകുന്നതും അവനെ വിവാഹം കഴിക്കുന്നതും. ഇതൊക്കെ കേട്ടപ്പോൾ സ്വർണയുടെ കൂട്ടുകാരിക്ക് സ്വർണയോട് സഹതാപം തോന്നുകയാണ്. കഴിഞ്ഞ കാലത്തെ ആലോചിച്ച് നീ ഇനി ഒരിക്കലും വിഷമിക്കരുത് എന്നും നിനക്ക് ഇപ്പോൾ വളരെ നല്ല ഒരു കുടുംബത്തെയാണ് കിട്ടിയിരിക്കുന്നത് എന്നും സ്വർണയുടെ കൂട്ടുകാരി സ്വർണയോട് പറയുകയാണ്. അത് കേട്ട് സ്വർണ തന്റെ ആകുലത തന്റെ കൂട്ടുകാരിയോട് പറയുന്നുണ്ട്. കരുണ വളരെ ക്രൂരനായ വ്യക്തിയാണെന്നും തന്നെ ഒരിക്കലും അവൻ വിട്ടുകളയുകയില്ല എന്നും സ്വർണ കൂട്ടുകാരിയോട് പറയുന്നുണ്ട്. ഇതേ സമയം ടാൻസിയെ അന്വേഷിച്ച് താൻ അയച്ച തന്റെ കൂട്ടാളികൾ മരിച്ച വിവരം ജയിലിലിരിക്കുന്ന കരുണ അറിയുകയാണ്. ആ ഒരു സംഭവത്തെ തുടർന്ന് കരുണ അത് ഝാൻസി തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ്. ഏത് വിധേനയും ഝാൻസിയെ തേടി പിടിക്കുന്നതിനായി അയാൾ ജയിലിൽ നിന്ന് പുറത്തു ചാടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിന് പല വഴികളും അയാൾ ആലോചിക്കുന്നുണ്ട്. അവസാനം ജയിലിലെ ഒരു സിലിണ്ടർ പൊട്ടിത്തെറിപ്പിച്ച് താനും ആ തീപിടുത്തത്തിനൊപ്പം മരിച്ചു എന്ന് വരുത്തി തീർത്ത് കരുണ ജയിലിൽ നിന്ന് ചാടുകയാണ്. എന്നാൽ പോലീസ് അധികാരികൾ അയാൾ മരിച്ചതായി സ്ഥിരീകരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല താനും. അങ്ങനെ അധികാരികളുടെ കണ്ണിൽ താൻ മരണപ്പെട്ട ആളായതിനാൽ തന്നെ സ്വസ്ഥതയോടെ അയാൾ പുറത്തിറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇതേ സമയം അനിയുടെ വീട്ടിൽ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. സ്വർണയുടെ കഥകളെല്ലാം കേട്ടപ്പോൾ കൂട്ടുകാരിക്ക് സ്വർണയോട് സഹതാപം തോന്നുകയാണ്. സ്വർണ പിന്നീട് തന്റെ കൂട്ടുകാരിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ സ്വർണ തന്റെ കൂട്ടുകാരിയെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇത് തന്റെ കൂടെ അനാഥാലയത്തിൽ കഴിഞ്ഞിരുന്ന കൂട്ടുകാരിയാണെന്നും ഇവളുടെ ഭർത്താവുമായി ഇവളിപ്പോൾ പിരിഞ്ഞു താമസിക്കുകയാണ് എന്നും പറഞ്ഞ് വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൂട്ടുകാരിയെ അവൾ അവിടെ താമസിപ്പിക്കുകയാണ്. സ്വർണയോട് ഒരുപാട് മതിപ്പുണ്ടായിരുന്ന അനിയുടെ വീട്ടുകാർക്ക് സ്വർണ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് സ്വർണയുടെ കൂട്ടുകാരിയെ അവിടെ താമസിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പിന്നീട് സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. വിവാഹത്തിന്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അനാഥയായി വളർന്ന സ്വർണ അതെല്ലാം ഒരുപാട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്വർണ അതിലെല്ലാം പങ്കുകൊണ്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം റോഡിലൂടെ ആരോ എന്തൊക്കെയോ ഒരു ഓട്ടോറിക്ഷയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നതായി സ്വർണ കേൾക്കുകയാണ്. അതെന്തൊക്കെയോ മുദ്രാവാക്യങ്ങളായിരുന്നു. എന്നാൽ ആ ശബ്ദം തനിക്ക് എവിടെയോ കേട്ട് നല്ല പരിചയമുള്ളതായി അവൾക്ക് തോന്നുകയാണ്. അതിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കുകളും അതിലെ ശബ്ദവും മറ്റാരുടേതുമായിരുന്നില്ല. അത് ദുഷ്ടനായ കരുണയുടെ വാക്കുകളായിരുന്നു. സ്വർണയ്ക്ക് ആ ശബ്ദവും അതിലെ വാക്കുകളും കരുണയുടേതാണെന്ന് മനസ്സിലായി. അത് കരുണയുടേത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ അവൾ ഓട്ടോറിക്ഷ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൾ ഫോളോ ചെയ്ത് നേരെ എത്തിച്ചേർന്നത് കരുണയുടെ മുന്നിൽ തന്നെയായിരുന്നു. എന്നാൽ താൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വർണയെ തന്റെ മുന്നിൽ കിട്ടിയ ആവേശത്തിലായിരുന്നു കരുണ. സ്വർണ താൻ വിവാഹം കഴിച്ച് ഇപ്പോൾ മറ്റൊരു ജീവിതം ജീവിച്ചു വരികയാണ് എന്നും അതിനാൽ തന്നെ വെറുതെ വിടണമെന്നും സ്വർണ കരുണയോട് പറയുകയാണ്. എന്നാൽ സ്വർണയോട് മുന്നേ താല്പര്യമുണ്ടായിരുന്ന കരുണയ്ക്ക് സ്വർണ മറ്റൊരു ജീവിതം ആരംഭിച്ചത് ആദ്യം അംഗീകരിക്കാനേ കഴിഞ്ഞില്ല. ആയതിനാൽ തന്നെ അയാളുടെ സംസാരത്തിന്റെ മട്ടും ഭാവവും മാറി. അതൊരു ഭീഷണി സ്വരത്തിലേക്ക് മാറാൻ തുടങ്ങി. നിന്റെ വീട്ടുകാരെ ഞാൻ ഇതെല്ലാം അറിയിക്കുമെന്നും നിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുമൊക്കെയുള്ള സംസാരമായി അത് പിന്നീട് മാറാൻ തുടങ്ങി. എന്നാലും ഞാൻ നിന്നെ ബുദ്ധിമുട്ടുകയല്ല എന്നുമൊക്കെ അവൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ സ്വർണയ്ക്ക് കരുണ തന്നെ അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകില്ല എന്ന് മനസ്സിലാവുകയാണ്. അതെ, കരുണ അയാളുടെ കൂട്ടാളികളോട് സ്വർണയുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിച്ചു വരാനായി പറയുന്നുണ്ട്. കാരണം കരുണയ്ക്ക് സ്വർണയെ വേണം എന്ന കാര്യത്തിൽ അവൻ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ അന്ന് ഓട്ടോറിക്ഷയിൽ അനൗൺസ് ചെയ്തു പോയ മുദ്രാവാക്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ ആയിരുന്നു അനിയുടെ സഹോദരൻ. അത് ആ കാട്ടിൽ താമസിച്ചു വരുന്ന മാവോയിസ്റ്റുകളുടെ മുദ്രാവാക്യമാണെന്നും ഒരിക്കൽ ഇതുപോലുള്ള മുദ്രാവാക്യം വിളിച്ചതിന് ശേഷം പിന്നീട് ആ സ്ഥലത്തെ MLA കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ആ സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്. മാത്രമല്ല അടുത്ത ദിവസം CM അവരുടെ നാട്ടിലേക്ക് വരികയാണ്. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ അവർക്ക് എന്തൊക്കെയോ അപകടങ്ങൾ മണക്കാൻ തുടങ്ങി. രാജു CMനെ കണ്ട് മധുസൂദനെതിരായി പരാതി ബോധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്.
കാരണം അവിടെ മത്സരിക്കാനായി നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ മധുസൂദനൻ ഭീഷണിപ്പെടുത്തി അയാളെ മത്സരത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇതേ സമയം തന്ത്രശാലിയായ കരുണ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മധുസൂദനനെ സമീപിക്കുകയാണ്. രാജു അത്തരത്തിലൊരു പരാതി കൊടുത്താൽ മധുസൂദനന് പിന്നീട് പൊളിറ്റിക്സിൽ യാതൊരു ഭാവിയും ഉണ്ടായിരിക്കില്ല എന്നും, എന്നാൽ ഇതിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും മറ്റും പറഞ്ഞ് കരുണ മധുസൂദനനെ തന്റെ വരുതിക്ക് കൊണ്ടുവരികയാണ്. ഇതെല്ലാം വിശ്വസിച്ച മധുസൂദനൻ കരുണയോടൊപ്പം നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അടുത്ത ദിവസം രാജു മധുസൂദനന് എതിരായുള്ള തെളിവുകൾ സിഎമ്മിന് നൽകാനായി പോവുകയാണ്. എന്നാൽ അതേ ദിവസം തന്നെ സ്വർണ അവരുടെ വീട്ടിലെ ഒരു ചുമരിൽ ഒരു പ്രത്യേക സിംബൽ കാണുന്നുണ്ട്. അത് മാവോയിസ്റ്റുകൾ ആരെയെങ്കിലും കൊല്ലാനായി ടാർഗറ്റ് ചെയ്താൽ അവർ താമസിക്കുന്ന വീട്ടിൽ വരച്ചിടുന്ന സിംബൽ ആയിരുന്നു. അതുകൊണ്ട് സ്വർണയ്ക്ക് ഇന്ന് ആ വീട്ടിൽ ആരെയെങ്കിലും മാവോയിസ്റ്റുകൾ കൊല്ലുമെന്ന് ഉറപ്പായി. ആകെ ആശയക്കുഴപ്പത്തിലായ അവൾ അന്ന് തന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് തന്റെ ഭർത്താവും ഭർത്താവിന്റെ സഹോദരനും ഭർത്താവിന്റെ അച്ഛനുമാണ് പുറത്തു പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇതേ സമയം വീട്ടിലെ മറ്റു സ്ത്രീകൾക്ക് അടുക്കള കാര്യത്തിലായിരുന്നു ശ്രദ്ധ. വീട്ടുകാർക്കിടയിലുള്ള സ്വർണയുടെ മതിപ്പ് കുറയ്ക്കുന്നതിനായി അനസൂയ നിരന്തരം സ്വർണയോട് മത്സരിക്കാറുണ്ടായിരുന്നു. എന്നാൽ അന്നേ ദിവസം ആകെ ടെൻഷനായി ഓടി നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണയോട് അനസൂയ ഓടി വന്ന് മീൻകറി വെക്കുന്ന മത്സരത്തിൽ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതിനായി മീൻ വാങ്ങിക്കാനായി പുറത്തു പോകണമെന്ന് സ്വർണയോട് പറയുന്നുണ്ട്. അങ്ങനെ സ്വർണയും അനസൂയയും മീൻ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോവുകയാണ്. എന്നാൽ ഇതേ സമയം സ്വർണയുടെ മനസ്സിൽ ആ മാവോവാദികൾ തങ്ങളുടെ വീട്ടിലെ ആരെയായിരിക്കും ഇന്ന് ആക്രമിക്കുക എന്ന ആകുലതയിലായിരുന്നു. അതിനാൽ തന്നെ അവൾ തന്റെ കുടുംബത്തിലുള്ള ആളുകൾ പോയിട്ടുള്ള പല വഴിയിലൂടെ പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവൾ രാജു പോയിട്ടുള്ള വഴിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കാരണം രാജുവിന്റെ ജീവനാണ് കൂടുതൽ ആപത്ത് എന്ന് അവൾ ഗണിക്കുന്നുണ്ട്. അങ്ങനെ രാജുവിന്റെ പാർട്ടി മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്കാണ് സ്വർണ വണ്ടി ഓടിച്ചു ചെന്നത്. ഇതെല്ലാം കണ്ടപ്പോൾ അനസൂയയ്ക്ക് ദേഷ്യം വരികയാണ് ചെയ്തത്. മീൻ വാങ്ങിക്കാനായി മാർക്കറ്റിലേക്ക് എന്നും പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് അവൾ അവളോട് ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ആകെ ദേഷ്യം വന്ന സ്വർണ തനിക്ക് മീൻ വെക്കാനും വീട്ടിലെ ഒരു ജോലികളും ചെയ്യാൻ അറിയില്ല എന്നും വേഗം തന്നെ വീട്ടിലേക്ക് വിട്ടോ എന്നും ദേഷ്യപ്പെട്ടുകൊണ്ട് അനസൂയയോട് പറയുകയാണ്. സ്വർണയുടെ ഈ മുഖമാറ്റം കണ്ട് അനസൂയ ആകെ അമ്പരന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ സ്വർണ അവിടേക്ക് നടന്ന് ഒന്ന് കണ്ണൊടിച്ചപ്പോൾ അവിടെ ഒരു പഴയ ബസ് നിർത്തിയിട്ടിരിക്കുന്നതായി അവളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. കൂടാതെ അതിൽ നിറയെ ഗുണ്ടകളും ഉണ്ടായിരുന്നു. അവർ രാജുവിനെ അപകടത്തിൽപ്പെടുത്തുന്ന കാര്യമായിരുന്നു അപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അവൾ ആ ബസ്സിലേക്ക് ധൈര്യപൂർവ്വം കടന്നു ചെന്ന് അവരോട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവിടെ നിന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു പെണ്ണ് വന്ന് പറഞ്ഞതിന് അവർ യാതൊരു വിലയും നൽകിയിരുന്നില്ല. ദേഷ്യം വന്ന അവൾ അവളുടെ തനി സ്വരൂപം പുറത്തെടുക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് അവൾ ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും അടിച്ചൊതുക്കി. മാർഷൽ ആർട്സിൽ അവളെ വെല്ലാൻ ആർക്കും തന്നെ കഴിയില്ലായിരുന്നു. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിങ്ങളെ കണ്ടുപോകരുതെന്നും വേഗം ബസ്സും എടുത്ത് ഇവിടെ നിന്ന് പൊക്കോണമെന്നും അവൾ അവരോട് പറഞ്ഞതനുസരിച്ച് ജീവനും കൊണ്ട് അവർ അവിടെ നിന്ന് പോവുകയാണ്. എന്നിരുന്നാലും സ്വർണയുടെ മനസ്സ് അപ്പോഴും നീറിക്കൊണ്ടേയിരുന്നു. കരുണ അത്ര പെട്ടെന്നൊന്നും അടിയറവ് പറയുന്ന ആളല്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഏത് നിമിഷവും അവൻ തൻ വീട്ടിലെത്തുമെന്നും അവൾ കണക്കുകൂട്ടി. ഇതേ സമയം മധുസൂദനൻ താൻ ജയിലിൽ പോകേണ്ടി വന്നാൽ ഒരു കാരണവശാലും രാജുവിന്റെ വീട്ടിലെ ഒരാളെ പോലും വെറുതെ വിടരുത് എന്ന് കരുണയോട് പറയുന്നുണ്ട്. കരുണയ്ക്ക് അതിനുവേണ്ട എല്ലാ സഹായവും അയാൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സമയം അനിയുടെ അനിയനായ പോലീസുകാരന് തന്റെ അച്ഛനെ ആക്രമിക്കാനായി വന്ന ഗുണ്ടകൾ അച്ഛനെ ആക്രമിക്കാതെ പോയതിൽ എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. മാത്രമല്ല അവരെ ആരോ ആക്രമിച്ചിട്ടുമുണ്ട് എന്ന വിവരവും അയാൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ സംശയത്തോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് മാവോയിസ്റ്റുകളെ കുറിച്ചുള്ള ഒരു ഫാക്സ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. കരുണയോടൊപ്പം അന്ന് കരുണയുടെ സംഘത്തിലുണ്ടായിരുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. എന്നാൽ അതിലെ ഒരു ഫോട്ടോ കണ്ട് അയാൾ ഞെട്ടിപ്പോവുകയാണ്. അത് തന്റെ ചേട്ടത്തിയമ്മയെ പോലെ ഉണ്ടല്ലോ എന്ന് അയാൾ ചിന്തിക്കുകയാണ്. എന്നാൽ ആ സ്ത്രീയുടെ പേര് താൻസി എന്നാണല്ലോ എന്ന് അയാൾ ചിന്തിക്കുന്നുമുണ്ട്. എന്നാൽ സ്വർണ ഈ സമയം തന്നെ എല്ലാ കാര്യങ്ങളും പോലീസുകാരനായ അന്യനോട് നേരിട്ട് പറയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വർണ തന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും താൻ ഗുണ്ടകളെ നേരിട്ട കാര്യമടക്കം എല്ലാം അനിയുടെ സഹോദരനോട് പറയുകയാണ്. എന്നാൽ ഇതേ സമയമാണ് കല്യാണം കൂടാൻ എന്ന ഭാവത്തിൽ കരുണ രാജുവിന്റെ വീട്ടിലേക്ക് വരുന്നത്. താൻ സ്വർണയുടെ ഒരു വകയിലുള്ള അമ്മാവനാണ് എന്നും പറഞ്ഞാണ് അയാൾ വീട്ടിലെത്തിയത്. എന്നാൽ രാജുവും ബന്ധുക്കളും ഇതൊന്നും അറിയാതെ അയാളെ വീട്ടിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എന്നാൽ ഇത് കണ്ട സ്വർണ ഞെട്ടിപ്പോവുകയാണ്. മറ്റു നിവൃത്തിയില്ലാതെ സ്വർണ കരുണയുടെ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുകയാണ്. സ്വർണ താനും മുൻപ് മാവോയിസ്റ്റ് ആയിരുന്നു എന്ന കാര്യം കരുണ പറയും എന്ന ഭയത്തിലായിരുന്നു. അങ്ങനെ സ്വർണയെ തന്ത്രത്തിൽ ബെഡ്റൂമിൽ എത്തിച്ച കരുണ അവളുടെ കഴുത്ത് പിടിച്ച് ഞെക്കി അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഉടനെ തന്നെ കരുണയോടൊപ്പം വന്നില്ലെങ്കിൽ വീട്ടുകാരോട് എല്ലാം അവൾ ഒരു മാവോയിസ്റ്റ് ആയിരുന്നു എന്നും അവളുടെ ഭൂതകാലം എല്ലാം തന്നെ എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. അവൾക്ക് ഒരു ദിവസം തരാമെന്നും
അതിനുള്ളിൽ അവനോടൊപ്പം പോയിട്ടില്ല എങ്കിൽ അവളുടെ വീട്ടിലുള്ള എല്ലാവരെയും കൊന്നുകളയുമെന്ന് അവൻ അവളെ ഭീഷണിപ്പെടുത്തി. കേട്ടപ്പോ സ്വർണ്ണ ആകെ അങ്കലാപ്പിലായി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്വർണ്ണ കുഴങ്ങി. കരുണ സ്വർണ്ണയോട് അന്ന് രാത്രി തന്റെ കൂടെ വരണം എന്നായിരുന്നു നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനായി കരുണ സ്വർണ്ണ വരുന്നത് വരെ കാത്തിരിപ്പായി. എന്നാൽ അന്ന് രാത്രി വീട്ടിൽ നിന്നും ഇറങ്ങിയ സ്വർണ്ണ നേരെ പോയത് അവളുടെ ഭർത്താവിന്റെ അടുത്തേക്കാണ്. അവളുടെ ജീവിതത്തിൽ ഇന്നേ വരെ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യവും മനസ്സ് തുറന്ന് അവൾ അവനോട് സംസാരിക്കുകയാണ്. അവൾ പറയുന്നത് കേട്ട അനി ആദ്യം ഒന്ന് ഷോക്കായി. എങ്കിലും ഇത്രയും കാലം ഇതെല്ലാം തന്നോട് മറച്ചു വെച്ച ദേഷ്യം മാത്രമേ അനിക്ക് അവളോടുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല കരുണയ്ക്കെതിരെ നിൽക്കാനായി എന്ത് കാര്യവും ചെയ്യാൻ സ്വർണ്ണയോടൊപ്പം നിൽക്കാമെന്ന് അനി ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ സ്വർണ്ണ കരുണയ്ക്കെതിരെയുള്ള പടനീക്കം മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ കരുണയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അനിയുടെ സഹോദരനായിട്ടുള്ള ആ പോലീസുകാരനോട് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാരൻ കരുണയെ അറസ്റ്റ് ചെയ്യാനുള്ള കരുക്കൾ നീക്കി തുടങ്ങി. കരുണ ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് തെളിവുകളായി കല്യാണ ഫോട്ടോയിൽ നിന്നും അവന്റെ ഫോട്ടോകൾ പോലീസുകാർ തപ്പിയെടുത്തു. കൂടാതെ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ അടുത്തു നിന്നും കരുണയെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവും അയാൾ വാങ്ങിയെടുത്തു. ആ പോലീസുകാരൻ പിന്നീട് കരുണയെ അറസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷമാണ് അയാൾ അയാളുടെ വീട്ടിലുള്ള കല്യാണത്തിൽ പങ്കെടുത്തത്. മാത്രമല്ല അനിക്കും സ്വർണ്ണയ്ക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടി അയാൾ പറയുകയാണ്. അന്ന് രാത്രി കരുണയെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന് അയാൾ അവരോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ സ്വർണ്ണയുടെ ഭർത്താവിനും ആശ്വാസമാവുകയാണ്. ഇനി അങ്ങോട്ട് സന്തോഷമായി ജീവിക്കാലോ എന്ന് അവൻ ആശ്വസിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും ഇത് അവസാനിക്കുന്നില്ല എന്ന് സ്വർണ്ണ അയാളോട് പറയുകയാണ്. തനിക്ക് കുറച്ചു കാര്യം കൂടെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് അവൾ പറയുന്നുണ്ട്. അന്ന് രാത്രി അവൾ ആ കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിച്ചിരുത്തി അവൾ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കഥകളും അവരോടായി പറയുകയാണ്. സത്യം പറഞ്ഞാൽ ഈ കഥ കേട്ടിട്ട് അവരെല്ലാവരും ആദ്യം ഞെട്ടുകയാണ്. എന്നാൽ അവളുടെ കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കാർക്കും അവളോട് യാതൊരു വെറുപ്പും തോന്നിയില്ല. അവളെ കുടുംബത്തിൽ നിന്നും പുറത്താക്കാൻ അവർ ആഗ്രഹിച്ചതുമില്ല. ആ കുടുംബത്തിലെ ഗൃഹനാഥനായ രാജു ആണെങ്കിൽ തൻ്റെ മരുമകളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്താനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ ഇതേ സമയം രാത്രി സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കരുണ പോകും വഴി അയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് അവൻ നേരെ കയറി ചെന്നത് സ്വർണ്ണയുടെ അടുത്തേക്കായിരുന്നു. എന്നാൽ ഇതേ സമയം സ്വർണ്ണ കരുണയുടെ ശല്യം എന്നേക്കുമായി തീർന്നല്ലോ എന്നാലോചിച്ച് സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതേ സമയം പുറത്തെന്തൊക്കെയോ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കിയ സ്വർണ്ണ കരുണ തൻ്റെ ആളുകളോടൊപ്പം തൻ്റെ വീട്ടുകാരെ ഒന്നടങ്കം കൊന്നുകളയുന്നതിനായി വന്നിരിക്കുന്ന കാര്യം അവൾ അറിയുകയാണ്. ഇത് കണ്ട വീട്ടുകാരും ആകെ ഭയപ്പെട്ടു പോവുകയാണ്. സ്വർണ്ണ അവരോട് ശാന്തമായി ഇരിക്കാനും ബാക്കിയുള്ള വാതിലുകളെല്ലാം അടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് വീടിൻ്റെ ഒരു വാതിൽ മാത്രം തുറന്നിടണമെന്നും അതിലൂടെ കടന്നു വരുന്ന ശത്രുക്കളെയെല്ലാം കൊന്നു തള്ളണമെന്നും അവൾ പ്ലാൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആ വാതിലിലൂടെ എത്തിയ ഗുണ്ടകളെ ഓരോരുത്തരെയെ അവൾ നേരിടാൻ തുടങ്ങി. പിന്നീട് അവിടെ നടന്നത് ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു. അവരെ കൊല്ലാനായി പാഞ്ഞെത്തിയ ഓരോരോ ഗുണ്ടകളെ അവൾ സമർത്ഥമായി അടിച്ചൊടിച്ചു. സ്വർണ്ണയുടെ മികച്ച പോരാട്ടം കണ്ട് വീട്ടുകാർ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ആ പോരാട്ടത്തിനിടെ രാജുവിനും അനിയുടെ അനിയൻ പോലീസുകാരനും പരിക്ക് പറ്റുകയുണ്ടായി. ഉടനെ തന്നെ സ്വർണ്ണ അവളുടെ ഭർത്താവിനോട് വീട്ടുകാരെയും കൂട്ടി പിൻവാതിലിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണ്. അതിനുശേഷം വീടിന്റെ വാതിലുകളെല്ലാം അടച്ച് അവൾ രണ്ട് കൈയിൽ തോക്കേന്തി ശത്രുക്കളെ ധീരമായി നേരിടാൻ തുടങ്ങി. അങ്ങനെ ശത്രുക്കളെ ഓരോരുത്തരെ അവൾ അടിച്ചൊതുക്കി. അവസാനം കരുണ തന്നെ രംഗപ്രവേശനം ചെയ്യുകയാണ്. അവൻ ഓടിച്ചു വന്ന ആ ജീപ്പ് വീടിനകത്തേക്ക് അവൻ ഇടിച്ചു കയറ്റുകയാണ്. അവർ തമ്മിൽ അവിടെ ഒരു പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. അവസാനം കരുണ സ്വർണ്ണയെ ഷൂട്ട് ചെയ്യാനായി അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് നീട്ടുകയാണ്. എന്നാൽ ഒട്ടും വൈകിക്കാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി കൊണ്ട് സ്വർണ്ണ കരുണയുടെ കഴുത്തിലേക്ക് ആഞ്ഞു കുത്തുകയാണ്. എന്നാൽ കുത്തേറ്റ കരുണ സ്വർണ്ണയുടെ നേരെ വെടിവെക്കുകയാണ്. അങ്ങനെ ഇരുവരും പരിക്കേറ്റ് വീണ് കിടക്കുകയാണ്. സ്വർണ്ണയും താനും ഇപ്പോൾ മരിക്കുമെന്ന് ഓർത്ത് കരുണ സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വർണ്ണ പറയുന്നുണ്ട്, ഞാൻ മരിച്ച എന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാൻ എൻ്റെ വീട്ടുകാരുണ്ട്. എന്നാൽ നീ മരിച്ചത് നന്നായി എന്നേ ആളുകൾ വിചാരിക്കുകയുള്ളൂ എന്ന് അവൾ പറയുകയാണ്. കുറച്ചു കഴിഞ്ഞ് കരുണ മരണമടയുകയാണ്. എന്നാൽ സ്വർണ്ണയ്ക്ക് അപ്പോഴും ജീവനുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള രംഗമാണ് കാണിക്കുന്നത്. സ്വർണ്ണ ഇപ്പോൾ തൻ്റെ ആരോഗ്യം വീണ്ടെടുത്തിരിക്കുകയാണ്. അവൾക്ക് മുന്നേ വശമില്ലാതിരുന്ന എല്ലാ പണിയും അവൾ ഇപ്പോൾ മുന്നത്തേക്കാൾ നന്നായി ചെയ്യാൻ പഠിച്ചിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ വീട്ടുകാരെല്ലാം സന്തോഷമായി ജീവിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും